ദേവാങ്കി തകർത്തു, അടിപൊളിയായിരുന്നു. ഒപ്പം വേറൊരാളും. ആമി പറ, ഹായ് പറ. അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതാരെന്ന് മനസ്സിലായോ ശരത് സർ? നമ്മുടെ ശ്രീഹരിയുടെ അനിയത്തിയ. ഓഹോ, ഓ അനിയത്തിയാണല്ലേ. ഇത് തീം തത്വം. ഇത് എപ്പോ വന്ന് ഡാൻസ് കളിക്കും? ഞങ്ങളൊക്കെ പെട്ടെന്ന് ഒരാൾ ഓടിക്കേറുന്നു. ഒരുങ്ങി വന്നതാണോ ഡാൻസ് കളിക്കാൻ? സുഖാണോ ചോദിച്ചേ? അവരോടൊക്കെ സുഖാണോന്ന് ചോദിച്ചേ. മക്കളെ അടിപൊളി ഡാൻസർ ആട്ടാ. ആ ലാസ്റ്റ് ഒരു ഡാൻസ് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോ ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ചോദിക്കാം. ഹരിച്ചേട്ടാ. ദേവാങ്കി, കഴിഞ്ഞ റൗണ്ടിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് എന്ന് പാടിയത്. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഇല്ലായിരുന്നു, എല്ലാരും സപ്പോർട്ട് ചെയ്തോണ്ട്. ഓക്കെ, ഒരുവിധം കുഴപ്പമില്ല പാടി. പിന്നെ ഉള്ളിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. അതെ, തീർച്ചയായിട്ടും. പിന്നെ വായിലെ വെള്ളം നല്ലോണം വറ്റി. ടെൻഷൻ ഇനി ഇത് പറഞ്ഞാ ഉണ്ടല്ലോ. ഇനി എന്നാ ഞാനൊരു കുപ്പിയായിട്ട് സൈഡിൽ നിൽക്കാം ദേവാങ്കി പാടുമ്പോ. ഓരോ പല്ലവി കഴിയുമ്പോഴും ദേവാങ്കി വെള്ളം വല്ല കിണറിന്റെ കര നിർത്തി പാടിക്കേണ്ടി വരും. ഫുൾ ടൈം കോരി കുടിച്ചോണ്ടിരിക്കാല്ലോ മക്കളെ. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. വരുമ്പോഴേ വെള്ളമൊക്കെ കുടിച്ച് നല്ല കൂളായിട്ട് വന്ന് പാടുക. കുഴപ്പമില്ല പാടി, രസമുണ്ടായിരുന്നു മൊത്തത്തില് കേൾക്കാനും. പിച്ചിങ് ആണ്. ശ്രുതിയുടെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ കണ്ണാടി ശ്രുതി ഒന്ന് തരാവോ? കണ്ണാടി കണ്ട താരേ 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 കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായോ. അതില് കണ്ണാടിയുടെ ആയിരുന്നു മെയിൻ. കണ്ണാടി കണ്ണാടി കണ്ണാടിക്കൂടും. ഓക്കെ, അപ്പൊ അത് പോയി. പിന്നെ കുഞ്ഞാറ്റ പെണ്ണിന് അതൊരു ഫ്ലോ ഉണ്ട് മോളെ. താരേര കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ. അത് ചിത്രമായി പാടിയ കേക്കണം. കുഞ്ഞാറ്റ താരേ താരേ കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ. ഓക്കെ, പിന്നെ പാട്ടിന്റെ പല്ലവി എന്തേ താരിരാരേരാ. പാട്ടിന്റെ പല്ലവി ആ നോട്ട് ദാരാ. പാട്ടിന്റെ പല്ലവി എന്തേ കാതിലോതുമോ. ഓക്കെ, അവള് വേറൊരു സംഗതിയൊക്കെ ഇട്ടു അതിനിടയ്ക്ക്. ഒന്ന് ഇംപ്രവൈസ് ചെയ്തു. ഓക്കെ, പാട്ടിന്റെ താരേരാ. പാട്ടിന്റെ പല്ലവി എന്തേ കാതിലോതുമോ. ഓക്കെ, അതായിരുന്നു സംഭവം. അപ്പം ബാക്കി ഇത്രയായിരുന്നു പ്രശ്നമായിട്ടുള്ളത്. കുഴപ്പമില്ലാതെ പാടി മോള്. കഴിഞ്ഞ റൗണ്ടിനേക്കാളും ഫാർ ബെറ്റർ ആയിരുന്നല്ലോ ഇന്ന്. ടെൻഷൻ വേണ്ട, ടെൻഷൻ നമ്മൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. എന്തായാലും അതൊരു ബാഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. സോ നോ ടെൻഷൻ. പിന്നെ അവിടെ ഒരു ചെറിയ ആളുണ്ടല്ലോ. ഓഫ്, ഇഷ്ടപ്പെട്ടാ ചേച്ചിയുടെ പാട്ട്? കൊള്ളായിരുന്നല്ലേ? കുഴപ്പമില്ലെന്ന്. കുഞ്ഞ് അത്ര ഹാപ്പി അല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദേവാങ്കി, എന്തോ ആദ്യം തന്നെ ചിത്ര ചേച്ചിയും ദാസേട്ടനും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയി പാടി വെച്ച ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സർ. ഇത് ഒരു പ്രോപ്പർ ഡുവറ്റ് സോങ് ആണ് അല്ലേ, ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം. അപ്പൊ അത് ഒറ്റക്ക് നിന്ന് പാടി. അത് അങ്ങനെ വല്ല ശബ്ദവും ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പാട്ടുകളെ ഞാൻ വന്ന് മെനക്കേടുള്ള പാട്ടുകളെ ഞാൻ എടുത്ത് പാടും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, ഇപ്രാവശ്യവും ഇങ്ങനെ. അത് അങ്ങനെ ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ യു. അങ്ങനെയാണോ? അല്ല, ഞാൻ റിഹേഴ്സലിനെല്ലാം പാടുമ്പോ വൃത്തി, പക്ഷെ ഒരു സാധനം ഈടുന്നല്ലേ മര്യാദക്ക് പാണ്ട പെണ്ണെ. റിഹേഴ്സൽ നീ എങ്ങനെ വേണമെങ്കിലും പാടിക്കാ, കേൾക്കാൻ നമ്മളില്ലല്ലോ. ഈടുന്നല്ലേ നന്നായിട്ട് നീ കുഴപ്പമില്ലേ? ആടെ ഇരിക്കുമ്പോഴും അനക്ക് കുഴപ്പമില്ല. പിന്നെ സ്റ്റേജ് കയറി അനക്ക് എന്താ പറ്റുന്നത്? അതെന്താണ് ആ സാധനം? അത് കണ്ടുപിടിക്കണം. അത് നമുക്ക് അത് എങ്ങനെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. അതെ, കാരണം എന്താന്ന് വെച്ചാൽ ഈ സാധനം കയറുമ്പോ അതിന്റെ തൊണ്ടയില് വെള്ളം പറ്റുന്നു, അനക്ക് കാറ്റ് കിട്ടുന്നില്ല. What is this? It's not acceptable. You said it, man. ഹരി പറഞ്ഞതൊക്കെ തന്നെയാണ് ഞാൻ അടിവരയിട്ട് വെച്ചത്. കണ്ണാടി, കുഞ്ഞാറ്റ, മണവാളൻ എല്ലാം അവൻ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടുള്ള പോസിറ്റീവ്സ് ഞാൻ പറയാം. പിന്നെ അഗൈൻ സെയിം പാട്ടിന്റെ പല്ലവി എന്തേ. കാരണം ഇതൊക്കെ നമ്മൾ എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു പാട്ടായതുകൊണ്ട് അതിനുള്ള ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലത്തെ ഒരു സിനിമയും ഒന്നും മറക്കാൻ പറ്റില്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്. എല്ലാം
ഹരി പാടിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ആവാന്ന് എനിക്ക് തോന്നി മോളെ. പക്ഷെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ വെരി നൈസ് പ്രസന്റേഷൻ കേട്ടോ. താങ്ക് യു സർ. ഒരു 5 സ്റ്റാർ പ്രസന്റേഷൻ ആയിരുന്നു മോളെ. അതെ, 5 സ്റ്റാർ പ്രസന്റേഷൻ ആയിരുന്നു. അതിന്റെ കൂടെ ആ ഡാൻസ് ചെയ്തതും അത് മഞ്ജു ചേച്ചിയുടെ സെയിം ഡാൻസ് തന്നെയാണല്ലോ അതല്ലേ. നമുക്ക് ആ പാട്ടിന്റെ ആ ബീറ്റിൽ തന്നെ നമ്മളും ഇങ്ങനെ തലയാട്ടും. ആ തലയാട്ടിലാണല്ലോ ആ പാട്ട് മുഴുവൻ. അതെ അതെ. അത് ഭയങ്കര രസമുള്ള ഒരു പാട്ടും നല്ല ബ്യൂട്ടിഫുൾ മെലഡി. വിദ്യാജി കുമ്പിട്. പാട്ടില് അപകടങ്ങൾ പറ്റി, പക്ഷെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ കുഞ്ഞു വാവയും കൂടെ സ്റ്റേജിലേക്ക് വന്നത് മൊത്തം കളറാക്കി. പിന്നെ മോളെ ഇവരുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു. ഇവരെല്ലാവരും മോളെ ഭീകരമായിട്ടാണ് സപ്പോർട്ട് ചെയ്യണത്. ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ വാട്ട് എവർ സെഡ്. അത് മാത്രമല്ല, കുഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു ഭ്രാന്തി പിടിച്ച പോലെ അതെ, എല്ലാവരും ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് മാർക്ക് കുറയുമ്പം ഉള്ളിനുള്ളിൽ നന്നായി. ഇത് ആ മൂടൊന്നും ഇല്ല ഇവിടെ. ആ സ്റ്റേജിൽ ആരാണോ കയറുന്നത്, ദേവാംഗിയാണോ ആരാണോ അങ്ങനെ ഒന്നുമില്ല. സ്റ്റേജിൽ കയറുന്ന ആളങ്ങ് അടിച്ച് പൊളിച്ച് പാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗൈസ് കീപ് ഇറ്റ് അപ്പ്. പ്ലീസ്. ശരത് സാർ. മക്കളെ എന്തോ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സർ. മൊത്തത്തിൽ കാണാൻ നല്ല രസമായിരുന്നു മോള് പാടിയത് കേട്ടോ. എന്നിട്ട് ഈ ഇപ്പം ഞാൻ മോള് പാടി തുടങ്ങിയപ്പോൾ ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞു, ആ കുട്ടിക്ക് താരേ അതിനകത്ത് എന്തോ ഒരു മെൻ്റൽ ബ്ലോക്ക് കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ എൻ്റെ അമ്മ ഈ ഫ്രേസ് വേണ്ടായിരുന്നല്ലോ എന്ന് മോള് പലതവണ പ്രാർത്ഥിച്ചു അല്ലേ. വിദ്യാസാഗർ എന്തിനാ അത് ചെയ്തത്? തന്താരി താരി താനി മതിയായിരുന്നല്ലോ. തീരെ എന്തിനാ അവിടെ വെച്ചാന്ന് മോള് വിചാരിച്ചില്ലേ? ഇല്ല. എനിക്ക് തോന്നി, എനിക്കത് ഫീൽ ചെയ്തു. മോളെ ആ മണവാളൻ ഒന്ന് പാടാം. മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ. ആ മോളൊന്ന് സന്തോഷത്തോടെ പാടിക്കേ. മണവാളനല്ലേ? അറിഞ്ഞു പാട്. മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ. ആ പാടിയത് അത്ര ഒരു ഗുമ്മില്ലെങ്കിലും പക്ഷെ ചിരി കുറേ കൂടെ അതിനൊരു സുഖപ്പെടുത്തുന്നുണ്ട് മോളെ. അതെപ്പോഴും മനസ്സിലാക്കാം. പിന്നെ അനുപല്ലവി എനിക്ക് അവിടെ ഒരു സ്റ്റഡി അല്ലായിരുന്നു മോള്. അതൊന്ന് ശരിയായിക്കൊള്ളു. പ്രധാനം പിന്നെ വായോ ഹരി പാടിച്ചു മക്കളെ കൊണ്ട്. പിന്നെ അവസാനത്തെ ആയും മറ്റെല്ലാം കൈവിട്ടു പോയി കുഞ്ഞിൻ്റെ. അത് പോട്ടെ, നമുക്കതൊരു സംഭവമേ അല്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ തവണ വന്ന ആ ജലക്ഷാമത്തിൻ്റെ ഇടയിൽ നിന്ന് പാടിയതുപോലെ അല്ലത്. ഫാ ബെറ്റർ. അത് പറയാതിരിക്കാൻ വയ്യ മോളെ കേട്ടോ. താങ്ക് യു സർ. ഒരു കുഞ്ഞൊന്ന് കൈയടിക്കുന്നുണ്ടോ? എന്തിനാന്ന് പോലും അറിഞ്ഞൂടാ. ജലക്ഷാമം എന്ന് പറഞ്ഞപ്പോ അടിച്ചതാ കൊച്ചു. മക്കളെ മോളെ ആമി എന്തോ സുഖാണോ? സുഖ. അതിലേതാ മക്കളുടെ അണ്ണൻ? ശ്രീകരി. ശ്രീകരിയോ? ശ്രീഹരിനെ എന്താ വീട്ടിൽ വിളിക്കണേ? ചൂണു. ചൂലോ? എന്താണ്? എന്തെന്നാ? ചൂണു. ചുണു. ആ, ചുണു. എടാ ചുണു. എടാ ചൂണു. എന്തോ വിളിക്കുന്നത്? ചൂടു. എന്നിട്ടാ പറഞ്ഞേ? ചൂണു. ചുണു. അതെന്താ അങ്ങനെ ഒരു പേര് ശ്രീഹരിക്ക്? ചെറുപ്പത്തിലെ നമ്മ വിളിച്ചിട്ട് ശീലാക്കി. അല്ല ചുണുന്ന് വിളിക്കുക, അതെന്താണത്? എന്താണ് അർത്ഥം? ഇല്ല, വീട്ടിലൊക്കെ വിളിക്കില്ലേ തക്കുടു. ചുണുവാവ. ചുണുവാവില്ല ചുണു. നമുക്കൊരു വിളിക്കാം ചുണു. 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 അത് വേണ്ട, ശ്രീഹരി തന്നെ മതി. വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത്രയും നീളത്തിലൊക്കെ വിളിക്കാൻ പറ്റുമോ? മെബിനെ എന്തോ വിളിക്കുന്നത്? ഒരു പുരുഷായുസ് അങ്ങ് പോകും. മെബൂസെ. ഓക്കെ. നിവേദിനോ? നിച്ചു. മറ്റേ അടുത്ത് നിൽക്കുന്നത് ബദ്രി. അത് വളരെ ചുരുങ്ങി. അർജുന്റെ അപ്പുറത്തിരിക്കണ പൊന്നു. ഏതാ പൊന്നു മോനെ. വൈക. മുത്ത്. അതൊക്കെ അതെല്ലാരും മിക്കാറും അതിന്റെ അടുത്തിരിക്കുന്നത്. അമ്മയൻ എന്താ വിളിക്കണേ? മിന്നു. ഓക്കെ നെക്സ്റ്റ്. അടുത്തിരിക്കുന്നത് ലച്ചു. മോളോ? അനു. റൗഡിയെ? രണ്ട്. അടുത്തതോ? ധ്രുവ. എന്റേത് ദിയ തന്നെ. മോളെ ദേവൂട്ടി. ഇതോ? റീക്കുട്ടൻ. റീക്കൂട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അർജുന്റെ പേര് ചോദിച്ചില്ലല്ലോ. അർജുന്റെ പേര് റീലോട്ടൊക്കെ പറഞ്ഞ അർജുന്റെ പേര് അർജുന്റെ പേരെന്താ? അർജുന്റെ പേര് അർജുൻ തന്നെ. നന്ദു. അത് പിന്നെ കുഴപ്പമില്ല. വിളിക്കണേ? എന്നെ അങ്കുടു.
എങ്കുടു അങ്ങോട്ട് എങ്ങട് വരാൻ എടി നിന്റെ എന്തുവാ പാറുവിനെ പാർവതി ചേച്ചി എന്താ വേറെ ഇതൊന്നും അല്ലല്ലോ വേറെ എന്തോ ആണ് പാർവതിന് പാറു എന്നായിരിക്കുമല്ലോ വിളിക്കാ. പാറു തന്നെയാണോ അതല്ല അല്ല അല്ല എന്തോ കിച്ചടിന്നോ പച്ചടിന്നോ എന്തോ വിളിക്കുന്നു. എടാ ഇത് ഞാൻ പറയട്ടെ ബബുലു അല്ലേ ഈ ബബിൾ കമ്പനിയാണ് ഇങ്ങനെ വിളിക്കുന്നത്. നീ പറഞ്ഞാണ് ഇവിടുന്നെങ്കിലും ബബിൾസ് വന്നോണ്ടിരിക്കണേ. വെരി ബാഡ്. അയ്യേ അയ്യേ അയ്യേ. അന്ന് ഞെക്ക്. ഞാൻ മാർക്ക് കൊടുത്തിരിക്കുന്നു ഗോൾഡൻ ബസ്. പക്ഷെ എന്നാലും ബബിളു എനിക്ക് സഹിക്കാൻ എനിക്കറിയില്ല പറ്റുന്നില്ല. എന്താ ബബിലു ബബുലു എന്ത് അങ്കിടിയാ എന്തായിരുന്നു അങ്കുടു അങ്ങോട്ട് പക്ഷെ അളി ഇന്ന് ചുണുവാ. ചുണു ചൂണു ചൂണു. ഹൈലൈറ്റ് ചുണുവാ. റീക്കുട്ടനും ഇവള് വന്ന നന്നായി. കുട്ടനും ഇവള് വന്ന് നന്നായി. അതെ നന്നായി മക്കളെ, നല്ല രാശി കുഞ്ഞിന്. അപ്പം കുഞ്ഞെ അങ്ങോട്ടു അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോ. മാർക്ക് വേണ്ടല്ലേ? ഹരിച്ചേട്ടാ 8.3. ഷാനിക്ക സെയിം 8.3 ബിക്കോസ് എനിക്ക് മോളുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഈ വോയിസ് ഈ സോങ്ങിന് കറക്റ്റ് ആയിരുന്നു. നന്നായിട്ട് കേട്ട ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശരത് സാർ എന്തോ മാർക്ക് 8 മാർക്സ്. താങ്ക് യു സാർ. സോ ടോട്ടൽ 24.6. ഓക്കെ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.